അപ്പോൾ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയപ്പോൾ ഇങ്ങനെ ലോറിയിൽ ഇങ്ങനെ പുകയൊക്കെ പോയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് പിന്നെ കാറിലേക്ക് എല്ലാവരും കൂടി കയറ്റി പിന്നെ അവിടുന്ന് CPR കൊടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചു, ഇക്ര ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയായിരുന്നു. അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇയാൾ നോർമലിലേക്ക് പിന്നെ അൺകോൺഷ്യസ് ആയി, കുഴപ്പമില്ല. CPR കൊടുത്തോണ്ട് ഇപ്പോൾ ഇവിടെ എത്തിച്ച് ഡോക്ടേഴ്സൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. നമസ്കാരം. നഴ്സുമാർ ഭൂമിയിലെ മാലാഖമാരാണ് എന്നാണ് പറയാറുള്ളത്. അത്തരത്തിൽ ഒരു മാലാഖയുടെ ഇടപെടൽ കാരണം ജീവൻ തിരിച്ചു കിട്ടിയ കഥയാണ് കോഴിക്കോട് ഈങ്ങാപ്പുഴ സ്വദേശിയായിട്ടുള്ള ഷാജഹാൻ പറയുന്നത്. ഷാജഹാൻ ഒരു ലോറി ഡ്രൈവറാണ്. ഇക്കഴിഞ്ഞ ശനിയാഴ്ച തന്റെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് ഷാജഹാന് വല്ലാത്തൊരു ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെടുന്നത്. കണ്ണിനകത്ത് ഇരുട്ട് കയറി വാഹനം നിയന്ത്രണം വിട്ട് ഒരു മരത്തിന് മുകളിൽ ചെന്നിരിക്കുകയായിരുന്നു. കൃത്യസമയത്ത് വയനാട് ഇക്ര ആശുപത്രിയിലെ നേഴ്സായിരുന്ന ആതിര അവിടെ എത്തുന്നു. തന്റെ കുടുംബാംഗങ്ങൾക്കൊപ്പം കേരള കർണാടക അതിർത്തിയിലുള്ള സീതാദേവി ലവകുശ ക്ഷേത്രത്തിൽ ദർശനത്തിന് വേണ്ടി എത്തി മടങ്ങുമ്പോഴായിരുന്നു ആതിരയും കുടുംബാംഗങ്ങളും ആ വഴി കടന്നുപോയത്. കൃത്യസമയത്തുള്ള ആതിരയുടെ ഇടപെടൽ കാരണം ഷാജഹാന് ഇക്ര ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നു. അത് കാരണം ഷാജഹാൻ തന്റെ ജീവനും തിരിച്ചു കിട്ടുന്നു. എന്ത് തന്നെയായാലും ആതിരയോടും കുടുംബത്തോടുമുള്ള തീർത്താൽ തീരാത്ത നന്ദിയുമായിട്ടാണ് ഷാജഹാൻ ഇക്ര ആശുപത്രി വിട്ടത്. നമുക്ക് ഷാജഹാൻ എന്താണ് പറയുന്നത് നോക്കാം. ഞാൻ രാവിലെ ഒന്നും ഭക്ഷണം കഴിച്ചിട്ട് വരുമായിരുന്നു. ഭക്ഷണം കഴിച്ച് വരുമ്പോ മുത്തങ്ങ ഫോറസ്റ്റ് ഗവൺമെന്റ് ഫ്രണ്ടിൽ നിന്ന് എന്തായി കണ്ണിന്റെ ഫ്രണ്ട് പോയി ഇരുട്ട് കയറി. ഇരുട്ട് കയറിയപ്പോ എന്തായി വണ്ടി ലെഫ്റ്റ് സൈഡ് പോയപ്പോ വണ്ടി റൈറ്റ് സൈഡ് കൊടുത്തു കൊണ്ടടിച്ച് BP ലോ ആയതാന്നാ പറഞ്ഞ. അപ്പൊ ആ സമയത്താണ് ഈ നേഴ്സ് അവിടെ വന്നത്. അവരപ്പോ അവിടെ അവന്റെ ബർത്ത്ഡേക്ക് ആയിട്ട് ഇങ്ങോട്ട് വന്നിരുന്നു, അമ്പലത്തിലേക്ക് വന്നിരുന്നേ. അപ്പൊ അവര് വണ്ടി തിരിക്കാൻ വന്നപ്പോ നമ്മളെ വണ്ടീന്റെ ബാക്ക് വീലർന്ന് ഇങ്ങനെ കറങ്ങിയപ്പോ പുക വന്നു. അപ്പൊ അവര് കണ്ടിട്ട് അവര് വന്നിട്ട് നോക്കിയതാ. ഞങ്ങൾ മോന്റെ ബർത്ത്ഡേക്ക് അമ്പലത്തിൽ പോയതായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ കാർ പാർക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് ഫ്രണ്ടിലേക്ക് പോയപ്പോഴും കുറച്ച് ഉൾക്കാടായിരുന്നു, പൊൻകുഴിയായിരുന്നു. അപ്പോൾ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയപ്പോൾ ഇങ്ങനെ ലോറിയിൽ ഇങ്ങനെ പുകയൊക്കെ പോയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഏട്ടനുണ്ടായിരുന്നു കൂടെ, ഹസ്ബൻഡ്. അപ്പോൾ പെട്ടെന്ന് ഇറങ്ങി ലോറിയിലേക്ക് ഇറങ്ങി കയറി. പിന്നെ 2-3 പേരും കൂടി കുറച്ച് പേരുണ്ടായിരുന്നു, അവരൊക്കെ വന്നു. അപ്പോൾ നോക്കിയപ്പോൾ പെട്ടെന്ന് ഞാൻ പൾസൊക്കെ പിടിച്ച് നോക്കി. അപ്പോൾ എന്തായിരുന്നു കാർഡിയാക് അറസ്റ്റിന് ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് പിന്നെ കാറിലേക്ക് എല്ലാവരും കൂടി കയറ്റി പിന്നെ അവിടുന്ന് CPR കൊടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചു, ഇക്ര ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തു. അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇയാൾ നോർമലിലേക്ക് പിന്നെ അൺകോൺഷ്യസ് ആയി, കുഴപ്പമില്ല, ഓക്കെ ആയി വന്നുകൊണ്ടിരുന്നു. ഇപ്പം സ്റ്റേബിൾ ആയിട്ടുണ്ട്. ഹോസ്പിറ്റലിലെത്തി. ഇവിടുത്തെ സ്റ്റാഫുകളും ഡോക്ടേഴ്സും ഒക്കെ ഇക്ര ഹോസ്പിറ്റലിൽ എല്ലാം സ്റ്റേബിളായി ഇതായി. CPR കൊടുത്തോണ്ട് ഇപ്പോൾ ഇവിടെ എത്തിച്ച് ഡോക്ടേഴ്സൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു, ഹെൽപ്പ്. സന്തോഷമുണ്ട്, അതൊന്നുകൂടി സന്തോഷം. എന്തായാലും നമ്മള് ഒരു ജീവൻ രക്ഷിച്ചില്ല അച്ഛൻ്റെ. ഷാജഹാന്റെ ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതയും തിരിച്ചറിഞ്ഞ ആതിര സ്വന്തം വാഹനത്തിൽ ഷാജഹാനെ താൻ ജോലി ചെയ്യുന്ന ഇക്ര ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി ഭർത്താവിനോട് ആവശ്യപ്പെടുകയായിരുന്നു. വാഹനത്തിനകത്ത് വെച്ച് ഷാജഹാൻ CPR കൊടുക്കുകയും ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്ത ആതിരയോടൊപ്പം തന്നെ പ്രശംസ അർഹിക്കുന്നുണ്ട് കൃത്യസമയത്ത് ഷാജഹാനെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വേണ്ടി വാഹനം ഓടിച്ച ആതിരയുടെ ഭർത്താവും. എന്തു തന്നെയായാലും ഒരു മനുഷ്യജീവൻ രക്ഷിക്കാൻ വേണ്ടി സാധിച്ചതിന്റെ വലിയ സന്തോഷത്തിലാണ് ആതിര. കഴിഞ്ഞ 4 മാസക്കാലമായി ആതിര വയനാടുള്ള ഇക്ര ആശുപത്രിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർ നിമിത്തങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ എന്തോ ഒരു നിമിത്തമായിരിക്കാം കൃത്യസമയത്ത് ഷാജഹാന്റെ മുന്നിൽ ആതിരയെ എത്തിച്ചത്. അതുകൊണ്ട് ആ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ ആതിരയ്ക്കും സാധിച്ചു.